ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കമന്റ്സിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് എനർജി ഡ്രിങ്ക്സ് കൊടുക്കാവോ, പിന്നെ ചിലർക്ക് ചില ബ്രാൻഡ്സിന്റെ നെയിമൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് അത് പാല് കലക്കി കൊടുക്കാമോ അല്ലെങ്കിൽ വെറുതെ കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുവാണെങ്കിൽ കുറേ പേർക്ക് അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ പല ബ്രാൻഡിൽ, പല പേരിൽ, പല ഫ്ലേവേഴ്സിൽ നമുക്കിപ്പോൾ ഇതേപോലത്തെ ബോട്ടിൽസും ഡ്രിങ്ക്സും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് ഒരു ബ്രാൻഡിനെ മാത്രം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ആ പേപ്പറൊക്കെ അങ്ങ് കീറിക്കളഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഏത് വയസ്സ് മുതലാണ് കൊടുക്കാൻ പറ്റുക. ശരിക്കും 2 വയസ്സിന് ശേഷം മാത്രമേ നമ്മളിത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ കൊടുക്കാൻ പറ്റൂ. 2 ഇയേഴ്സ് വരെ ഇങ്ങനത്തെ യാതൊരു ഡ്രിങ്ക്സും നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുത്. അതുവരെ മുലപ്പാലും ബാക്കി ഫുഡ് ഐറ്റംസുമാണ് കൊടുക്കുക. ഒരു കാര്യം. ഇനി സെക്കൻഡ് കാര്യം നമുക്കറിയാനുള്ള എന്തൊക്കെയാണ് ഇതിലെ കണ്ടന്റ്സ് എന്നുള്ളത്. കണ്ടന്റ്സ് മെയിൻലി ഇപ്പോൾ വലിയ ലോങ് ലിസ്റ്റ് ഒക്കെ അവർ ആ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ നോക്കാൻ പോകണ്ട. കണ്ടന്റ് മെയിനായിട്ട് ഇവർക്ക് എന്തായിരിക്കും ഉണ്ടാവുമെന്നറിയോ? യൂഷ്വലി ഒരു സെറിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി, ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ യൂഷ്വലി ഇതിലെല്ലാം ഗോതമ്പോ അല്ലെങ്കിൽ ബാർലി അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മിൽക്ക് സോളിഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് വൈറ്റമിൻസും ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിന് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കാം, ചിലപ്പോൾ വാനില ഫ്ലേവർ ആയിരിക്കാം. പിന്നെ അതിൻ്റെ കുറച്ച് പ്രിസർവേറ്റീവ്സും അങ്ങനെയുള്ള എമൾസിഫയേഴ്സ്, അങ്ങനെ കുറച്ചൊരു അതിനെ പ്രിസർവ് ചെയ്യാനുള്ള കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസും ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഗോതമ്പും പാൽപ്പൊടിയും കലക്കിയിട്ട് അത് കൊടുക്കുകയാണ്, കുറച്ച് പച്ചക്കറിയും അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഒത്തിരി കൊടുക്കുകയാണെങ്കിൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പോകും. അല്ലാതെ ഇതൊരു ഭയങ്കര ഒരു സംഭവം അങ്ങനെ ഒന്നും അല്ല ഏതൊരു ബ്രാൻഡാണെങ്കിലും. മനസ്സിലായല്ലോ. ഇനി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് കുറച്ച് വൈറ്റമിൻസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. കാരണം അവരിതിൽ കുറച്ച് വൈറ്റമിൻസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഗോതമ്പിലുണ്ട് നമ്മുടെ ഈ വൈറ്റമിൻസും ചെറിയ രീതിയിൽ അയണും ഒക്കെ ഗോതമ്പിൽ അടങ്ങിയിട്ടുണ്ട്. മിൽക്കിലും ഉണ്ട് കാൽസ്യവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ സാധാരണ രീതിയിൽ അരിഭക്ഷണവും കുറച്ച് പാലും ഒക്കെ കുടിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന അതേ ഗുണമേ ഇത് കിട്ടുന്നുള്ളൂ. പക്ഷെ പൈസയാണെങ്കിൽ വളരെ കൂടുതലുമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. കൊടുക്കുന്നു എന്ന് വിചാരിച്ച് വലിയൊരു ദോഷമൊന്നും വരാനില്ല. കുറച്ചൊക്കെ വൈറ്റമിൻസ് അതൊന്ന് കിട്ടിക്കോളും. വേറെ ഭക്ഷണമൊന്നും കഴിക്കാത്ത കുട്ടിയാണെങ്കിൽ കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ ചില പാരൻസിന് എൻ്റെ കുട്ടി ഇത് കൊടുക്കാത്തത് കൊണ്ടാണോ തടി വെക്കാത്തത്, ഇല്ലെങ്കിൽ ഇത് കൊടുക്കാത്തത് കൊണ്ട് ഞാനൊരു മോശം പാരൻ്റ് ആണോ, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ അല്ല. നിങ്ങൾ യാതൊരുവിധ പ്രശ്നവും മോശം പാരൻ്റൊന്നും അല്ല. ബാക്കി നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പാലിൽ കലക്കി കൊടുക്കാം ആണ് പറയുക, ഇനിയിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ. ബിക്കോസ് പാലിൻ്റെ ഗുണമെങ്കിലും കുറച്ചുകൂടി കുട്ടിക്ക് കിട്ടും. ഇതെന്ന് പറയുമ്പോൾ ഒരു മൊത്തം 100 ഗ്രാമിൽ ഏകദേശം 400 കാലറിയാണ് വരിക. അപ്പോൾ നമ്മളൊരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഒരു സ്പൂണല്ല ഇടുക. അപ്പോൾ അതിന് എത്ര കാലറി കിട്ടുന്നുണ്ടാവും? മാക്സിമം ഒരു 20 കാലറിയോ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അയണും വൈറ്റമിൻസും ഒക്കെ വളരെ മിനിമം ക്വാണ്ടിറ്റിയെ കിട്ടുന്നുള്ളൂ. നേരെ തിരിച്ച് നമ്മുടെ കുട്ടിക്ക് കുറച്ച് ഇലക്കറികളോ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ കുട്ടിയുടെ വയറ്റിൽ ചെല്ലും. ഇനി നിങ്ങൾ ഇത് രാവിലെ തന്നെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ രാവിലെ ഒരു 10 മണി 11 മണി സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ, പാലിലൊക്കെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വിശപ്പ് അപ്പാടെ അങ്ങ് നിൽക്കും. അപ്പോൾ കുട്ടി ലഞ്ച് കഴിക്കുന്നത് കുറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റുട്ടീൻ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഒരു 8 മണി ആ സമയത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. അപ്പോൾ എന്താ, രാവിലെ എല്ലാം കിട്ടേണ്ടത് കിട്ടി, ഇതൊരു എക്സ്ട്രാ ആയിട്ട്. പിന്നെ റെഗുലറായിട്ട് എല്ലാ ദിവസവും ഇത് കൊടുക്കുന്നതും ഒഴിവാക്കുക. ബിക്കോസ് അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ബാക്കി സാധനങ്ങളും ഫ്ലേവറിങ് സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികളുടെ ബോഡിക്ക് എത്രത്തോളം കുറേ കാലം എടുക്കുമ്പോൾ എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഒരു പാകത്തിന് 1-2 മാസം കൊടുക്കാം, പിന്നെ നിങ്ങൾ നിർത്തുക കുറേ കാലം, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കുക. അപ്പോൾ റെഗുലർ ഇൻടേക്ക് ആവശ്യമില്ല. ഇനി നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ വരട്ടെ. സംശയമുള്ളവരുടെയൊക്കെ സംശയം മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.